2 ദിവസമായി ഊട്ടി വന്നിട്ട് കൊടൈക്കനാൽ വന്നിട്ട്. അപ്പൊ രാത്രിയാണ് ഞങ്ങൾ വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് വൈകി കാണിക്കാം. അപ്പൊ ഗൈസ് കൊടൈക്കനാലിലെ മോർണിംഗ് ഇതാണ്. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് ഫാനൊന്നും ഇല്ല ഇവിടെ, പക്ഷെ നമ്മൾ പുതപ്പിട്ടാ കിടക്കേണ്ടത്. ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല ഗൈസ്, പുതപ്പിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് അപ്പുറത്ത് കാണാം. പാപ്പിയും എണീറ്റിട്ടുണ്ട്. എല്ലാവർക്കും തണുപ്പാ ഗൈസ്. നമ്മളെ മുഖം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് വീട്. അപ്പൊ എല്ലാരും വീട് കാണാൻ അവിടെ നിൽക്കുന്നത്. എന്താ ഇവിടെ അപ്പൊ ഗൈസ് ഞങ്ങള് ഇന്നലെ വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു കാണാൻ പോയത്. അപ്പൊ ഇന്ന് ഗുണാക്കേ പോവും. എവിടേക്കാ പോകുന്ന അറിയത്തില്ല. അപ്പൊ നമുക്ക് ഗുണാ ചെന്നിട്ട് കാണാം. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇനി ഗുണാക്കേ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഇപ്പൊ എല്ലാരും വണ്ടിയിലോട്ട് കേറാൻ പോവാണ്. ഞാനും തനുവും ഉമ്മയും ചെറിയ ഇച്ചു കുഞ്ഞാവും ഷാനിക്കൊക്കെ എല്ലാരും കേറിയിട്ടുണ്ട്. ഗൈസ് ഇതിപ്പോ കൊടൈക്കനാലിലെ ഉൾഗ്രാമമാണ്. ഇവിടെ കുറെ കൃഷികളുണ്ട്. മറ്റേ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, അങ്ങനെ പല കൃഷികളും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണ്. ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ, വിത്തൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ, സീഡ്സൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. ഓരോന്നും ഇങ്ങനെ വളർന്ന് വരുന്നതാണ്. കുറേ വീടുകളും അമ്പലങ്ങളും ഒക്കെ കാണാം. കൊടൈക്കനാലിലോട്ട് പോയാൽ ഇങ്ങനത്തെ ഉൾഗ്രാമങ്ങൾ കാണാം. എന്നാലും നമുക്ക് ഒരു ത്രില്ലടിക്കാൻ പറ്റത്തുള്ളൂ. നല്ല സൂപ്പർ സ്ഥലമാണത്. കുറേ വീടുകളും പല വീടുകളൊക്കെ കാണാം ഗൈസ്. ഇതിപ്പം ഞങ്ങളൊരു ഗൈസ്, അപ്പോൾ ഇത് വ്യൂ പോയിൻ്റ് ആണ്. നമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ വ്യൂ കാണാം. ഞങ്ങളിപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു കോട ഇങ്ങനെ അടിച്ച് കയറുന്ന മുഖത്ത് പൊതിഞ്ഞ് ഇരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തിരക്ക് അധികം ഇല്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് നല്ല തിരക്കുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഇപ്പോൾ തിരക്ക് കുറവാണ്. കയറുമ്പോൾ തിരക്ക് കുറവും, നമ്മൾ പോകാൻ നേരത്ത് തിരക്ക് കൂടുതലായിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. കോടയാണ് ഗൈസ്. ഇത് നമുക്ക് വന്നപ്പോഴേ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ശരിക്കും നല്ലോണം കാണാൻ പറ്റിയില്ല. കാരണം കോടയായിരുന്നു, നിറച്ച് കോടയായിരുന്നു. മലയുടെ പൊക്കത്തൊക്കെ ഇങ്ങനെ കോട പോലെ കിടക്കുക. പക്ഷെ ചെറിയ ചൂടും ഉണ്ടാവും, ചെറിയ തണുപ്പും ഉണ്ടാവും. അപ്പം രണ്ടും ഒന്നിച്ച് വരും. നല്ല രസമായി. നമുക്ക് അത്രയും തണുപ്പായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. കേരളത്തിലെ മഴ ഇപ്പം ചൂട് കാലമൊക്കെയാണ്. അപ്പം ഞങ്ങൾ കേരളം ചൂട് മടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതും മടുത്ത് ഗൈസ്. ഇപ്പം ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിലോട്ട് പോകുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വണ്ടി ഞങ്ങൾ ഒതുക്കിയിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ പാസ് എടുക്കുവാണ്. മൂത്താപ്പിയാണ് എല്ലാ പാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പാസ് എടുക്കുന്നുണ്ട്. ഇത് പോയിട്ട് നല്ലൊരു സ്ഥലം, പാസ് എടുക്കുന്ന സ്ഥലം കണ്ടോ, നല്ല വലിയൊരു രസമുണ്ടായിരുന്നു. ഇത് ഗേറ്റൊക്കെ വെച്ച് ഇതായിട്ട് വെച്ചേക്കും. എൻട്രിയും പുറത്തോട്ട് ഇറങ്ങുന്നതൊക്കെയാണ്. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കുറേ പ്രതിമകൾ, ബാഹുബലിക്കകത്തുള്ള മറ്റേ കാളയുണ്ടായിരുന്നു. പൊക്കത്തോട്ട് കയറിയ കാണാം, എല്ലാ വ്യൂവും കാണാം. കണ്ടോ കോട കയറിയിരിക്കണ കണ്ടോ, എൻ്റെ റബ്ബേ. ഇതാണ് ബാഹുബലിക്കകത്തുള്ള ബാഹുബലി ഇടിച്ച് മലത്തിയിടുന്ന കാള. ഞങ്ങളുടെ അങ്ങോട്ട് വ്യൂ കാണാൻ പോകുവാണ്. നിറച്ച് കോടയാണ് ഗൈസ്. ഇവിടെ അത്യാവശ്യം കോടയില്ല,
ഇത് അങ്ങ് അറ്റം വരെ കാണുന്നതൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു. ഗൈസ്, ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് പാസ്സൊക്കെ എടുക്കണം. ഗുണാക്കിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ പാസ് എടുക്കണം. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് കയറി. അപ്പോൾ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്ത ഗുണ കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ കാറുമായിരുന്നു ഗൈസ്. ഇപ്പോൾ ഉമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ അടിയിലായി, ഇതിൻ്റെ താഴത്തായിരുന്നു അവർ നടന്നു പോയത്. ഇപ്പം അവിടെ കയറ്റത്തില്ല. കാരണം അവിടെ കുറേ പേര് ഇങ്ങനെ വീണത് കൊണ്ട് ഇങ്ങനെ കയറ്റത്തില്ല. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പം ഞാനിവിടെ ഇല്ല. ഉമ്മയും വാപ്പയും തക്കവും മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് അപ്പുറത്ത് പോയി. അപ്പോൾ ദേ ഗൈസ്, വേരിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഞങ്ങൾ ഓടിക്കളിക്കുമായിരുന്നു. ഗൈസ്, അവിടെ നല്ല തെന്നലൊക്കെ ഉണ്ടാകും. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുത്ത് അതുകൊണ്ട് ഞങ്ങളും കുറേ റീൽസൊക്കെ എടുത്തിട്ടോ. ഇപ്പം ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഗൈസ്. ഇതൊരു വേറൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ 3 ആനകളുണ്ട്. ഇവിടെയാണ് ഗൈസ് മറ്റേ കുരിശുള്ളത്. ഈ സ്ഥലത്ത് വാപ്പയ പറഞ്ഞ ഇവിടെ കുരിശുള്ള പള്ളിയൊക്കെ ഉണ്ടെന്ന്. അത് കാണാനാണ് ഞങ്ങൾ ശരിക്കും വന്നത്. അപ്പോഴാണ് ഇവിടെ കോട ഇടങ്ങേറായിപ്പോയി ഗൈസ്. അത് കണ്ട നിറച്ച് കോട കയറിയതാ. കോട ഇങ്ങനെ കാറ്റത്ത് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ചേർന്ന് വേറെ എവിടെയുണ്ട്. ബൈ ബൈ. നമ്മുടെ വെള്ളച്ചാട്ടം മഴയും വെള്ളച്ചാട്ടം എല്ലാം ഇതിലെ കാണാം. വീഡിയോസ് ആയിട്ടല്ലേ എടുത്തേ. ഇപ്പം ഞങ്ങൾ കൊടൈക്കനാലിൽ വിട്ട് ഇപ്പം ഞങ്ങൾ കമ്പത്തേനി വന്നേക്കുവാണ്.
ഇവിടെ നിറയെ മുന്തിരി, നല്ല പഴുത്ത മുന്തിരിയായിരുന്നു ഗൈസ്. ഇവിടെ കാരണം ഇവിടെ തൊടാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ മുന്തിരിത്തോട്ടമുണ്ട്, അവിടെ തൊടാനും പറിക്കാനുമായിട്ടൊക്കെ പറ്റും കേട്ടോ. ഇവിടെ അതൊന്നും പറ്റത്തില്ല എന്ന്. ഇറങ്ങാൻ പോണത് വേറൊരു സാധനം. ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് കേറാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ മുന്തിരിയും പറിക്കാൻ പറ്റത്തില്ല. ഇവിടെ 100 രൂപ നമുക്ക് കൊടുക്കണം. നമുക്ക് പാമ്പിനെ പിടിക്കാൻ പോകാം. ഞങ്ങളുടെ അങ്ങനെ പാമ്പ് ക്ലാസ് ആയിട്ടില്ല. ഭയങ്കര വിഷമ. ഞങ്ങൾ ദൂരത്താണ് വന്നത്, എന്നാലും ക്ലാസ് ആയിട്ട് സമയം കഴിഞ്ഞ് അവർ അടച്ചതാണ്. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ് ഇത്രയുള്ള കന്യാകുമാരി വിശേഷങ്ങൾ വീഡിയോ കൊടൈക്കനാലിൻ്റെ. അപ്പം ഇനിയും നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. പറഞ്ഞാൽ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല വെയിറ്റ് ഉണ്ടായ കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.